ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അർഹമുറാഹിമിനായ പടച്ച റബ്ബ്, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ, തെറ്റുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ നമുക്ക് പുറത്തു തരികയും ആഖിറത്തിൽ വിജയിക്കുന്ന അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ധാരാളം ആളുകൾ നോമ്പൊക്കെ അനുഷ്ഠിച്ചു. അല്ലാഹു തആല ഈ നോമ്പ് നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന വലിയൊരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഒരു നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് നമ്മൾ നോറ്റുകഴിഞ്ഞാൽ നല്ല നിയ്യത്താണ് എങ്കിൽ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളതിലൊരു സംശയമില്ല. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം അടക്കമുള്ള ഒട്ടനേകം സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സബീലില്ല, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല. ആരെങ്കിലും റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, നരകത്തിൽ നിന്ന് അവൻ്റെ മുഖത്തെ 70 വർഷം സഞ്ചാര ദൈർഘ്യമുള്ള, സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തേക്ക് അകറ്റുമെന്നാണ്. അപ്പോൾ ഒരു നോമ്പ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാണ്. ഈ ഷഹറുള്ള ഈ മാസത്തിലെ നോമ്പ്, ഈ മാസത്തെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം എന്താണ്? ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. പിന്നെ ഒരു ഹദീസിൽ കാണാൻ, പ്രിയമുള്ളവരെ, ഇപ്പോൾ മുഹറം 10ൻ്റെ നോമ്പ് എന്ന് വെച്ചാൽ നാളത്തെ നോമ്പ് മുഹറം 10ാമത്തെ ദിവസത്തിനാണെന്ന് പറയുക, ആഷൂറ എന്ന് പറയുക. ഈ നാളത്തെ നോമ്പ്, നാളത്തെ ദിവസം ഉണ്ടല്ലോ, ഇപ്പം ഈ മാസം അള്ളാഹുവിൻ്റെ മാസങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ മാസമാണെന്ന് പറഞ്ഞു മുഹറം. എന്നാൽ നാളത്തെ ദിവസം ആഷൂറ എന്ന് പറയുന്ന ദിവസം അത് അള്ളാഹുവിൻ്റെ ദിവസമാണ് എന്നൊരു ഹദീസിലുണ്ട്. സത്യത്തിൽ ഇതൊക്കെ അള്ളാഹിൻ്റെയാണ്. ആകാശവും ഭൂമിയും പ്രപഞ്ചവും എല്ലാ ഇന്നാലില്ല നമ്മൾ മരിച്ചാലടക്കം പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? നമ്മൾ അള്ളാഹ്ക്കുള്ളതാണെന്ന് അർത്ഥം. അതൊക്കെ അള്ളാഹുവിനുള്ള. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഷഹറുല്ലാഹിൽ മുഹറം,
അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നും. അതോടൊപ്പം തന്നെ ഒരു ഹദീസിൽ കാണാം, ഇന്ന ആശൂറ യൗമുൻ മിൻ അയ്യാമില്ലാഹ്. സഹിഹായ ഹദീസാണ്. ആശൂറ ദിവസം അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയണേ. എന്തുകൊണ്ടാണത്? ഈ ദിവസത്തിനൊക്കെ, ഈ മാസത്തിനും ഈ ദിവസത്തിനും ഒരു ഉന്നത സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. വലിയ ദറജയാണ് അള്ളാഹിൻ്റെ അടുക്കലുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ഈ നോമ്പൊക്കെ അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ മുമ്പൊക്കെ പലപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണ്, നമുക്കറിയാം. പല സഹോദരങ്ങളോടും സംസാരിച്ചപ്പോൾ പറയണ്ടായി, അവർ എത്ര ജോലിയൊക്കെ ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും മുഹറം 9ഉം 10ഉം ഈ ദിവസത്തെ നോമ്പ് നമ്മൾ ഒഴിവാക്കാറില്ല എന്ന് പറയണ്ടായി ചില ആളുകൾ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ നന്മ ചെയ്യണമെന്നും അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്നും അള്ളാഹിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസമാണല്ലോ. ആ മാസത്തിന് ശേഷം ഏറ്റവും അഫ്ളലു സിയാം, ഏറ്റവും പുണ്യകരമായിട്ടുള്ള നോമ്പ് അതെപ്പോഴാ? ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, നിങ്ങൾ പറയുന്നതായി മുഹറം മാസത്തിലാകുന്നു എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിച്ച് ഒരുപക്ഷെ വെയിൽ കൊണ്ടിട്ടുണ്ടാകാം, അധ്വാനിക്കുമ്പോൾ അപ്പോൾ ക്ഷീണിച്ചു, ദാഹിച്ചു, നമുക്ക് ചിലപ്പോൾ അത്താഴം ശരിക്കും കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ നോമ്പ് തുറക്കൽ വളരെ ഭംഗിയായിക്കൊള്ളുന്നില്ല. കാരണം പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ നോമ്പ് തുറക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു വിഭവങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ പ്രയാസപ്പെട്ട് നോമ്പ് നോറ്റതാണെങ്കിൽ പോലും അള്ളാഹിൻ്റെ അടുക്കൽ എന്താണ്? വലിയ പുണ്യമുണ്ട്. അഫ്ളലു സിയാം, ഏറ്റവും പുണ്യകരമായ പിന്നെ നോമ്പാണ് എന്നാണ്. ഹുവ സിയാമു യൗമുൽ ആഷിർ മിൻഹു, ഈ 10ാമത്തെ ദിവസം മുഹറം 10ൻ്റെ നോമ്പ് ഏറ്റവും പുണ്യകരമായ നോമ്പാണ് എന്നാണ് പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, അള്ളാഹിൻ്റെ റസൂൽ മദീനയിൽ വന്നു. മക്കത്തായിരുന്നല്ലോ നബി. നബി എവിടെ ജനിച്ചത്? മക്കയിൽ. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ 40ാമത്തെ വയസ്സിൽ വഹയൊക്കെ കിട്ടി. 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ 13 കൊല്ലം എവിടെ നിന്നു? മക്കയിൽ നിന്നു. അങ്ങനെയാണ് ഹിജറ പോരുന്നത് എവിടെയൊക്കെ? മദീനയിലേക്ക്. മദീനയിൽ വന്നപ്പോൾ മദീനയിൽ ആരായിരുന്നു? ജൂതന്മാരായിരുന്നു. അവർ ഈ മുഹറം 10നൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഈ നോമ്പ് നോൽക്കുന്ന ഈ ദിവസം എന്തിനാണ് നോമ്പ് നോൽക്കുന്നതെന്ന് ചോദിച്ചു. ഖാലൂ, അവർ പറഞ്ഞു, ആ ജൂതന്മാർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമുൻ, ഇതൊരു വമ്പിച്ച ദിവസമാകുന്നു, മഹത്തായ ദിവസമാകുന്നു, മഹത്വമേറിയ ദിവസമാകുന്നു. അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, മഹാനായ മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയും ഒക്കെ രക്ഷിച്ച ദിവസമാകുന്നു എന്ന് മാത്രമല്ല, വ അഗ്റക ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെ, ലോകത്തെ ഏറ്റവും വലിയ, ലോകം കണ്ട ധിക്കാരിയായിട്ടുള്ള ആ ഫിർഔൻ, അദ്ദേഹത്തെ നശിപ്പിച്ച, മുക്കിക്കൊന്ന. അഗ്റക എന്ന് പറഞ്ഞർത്ഥം ഈ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതിനാണ് എന്ത് പറയുക? അഗ്റക എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഫിർഔനിനെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഒക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുള്ളത്. ഫസ്വാമഹു മൂസ ശുക്രൻ ലില്ലാ, അങ്ങനെ എന്ത് ചെയ്തു? ഫിർഔനിൻ്റെ ആ അക്രമത്തിൽ നിന്ന് എന്താ കാരണം? ഫിർഔന് ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊല്ലുമായിരുന്നു. ജനങ്ങളെ അടിമകളാക്കി, മൊത്തം ജനങ്ങളെ അടിമകളാക്കി കണ്ട് ജോലി ചെയ്യിപ്പിക്കുക, മർദ്ദിക്കുക ജനങ്ങളെ. ഇങ്ങനെ കൊടും പീഡനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും വലിയ ധിക്കാരിയും ഏറ്റവും വലിയ അക്രമിയുമായിട്ടുള്ള ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളത് കൊണ്ട് മൂസാ നബി നോമ്പ് നോറ്റു. ശുക്രൻ ലില്ല, അള്ളാഹുവിന് നന്ദി എന്നോണം. അപ്പോൾ നബി പറയാണ്, ഫനഹനു നസൂമുഹു, ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ നോമ്പ് തോൽക്കുന്നു, അതുകൊണ്ട്
ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസ്വാമഹു വഅമറ ബിസിയാമിഹി. ഞാനാണ് നിങ്ങളെക്കാൾ മൂസായോട് ഏറ്റവും അടുത്തത്. ജൂതന്മാരായ നിങ്ങളെക്കാൾ ഏറ്റവും അടുപ്പാരിക്കാണ്? അള്ളാഹിൻ്റെ റസൂലായ മുഹമ്മദായ എനിക്കാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നബി നോമ്പ് നോറ്റു. വ അമറ ബിസിയാമിഹി, നബി നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ നോമ്പുണ്ടല്ലോ, ഈ മുഹറം 10 ഈ നോമ്പ്, റമളാൻ മാസത്തെ നോമ്പ് നിർബന്ധമാകുന്നത് മദീനയിൽ വന്നിട്ട് പിന്നെ 2ാമത്തെ വർഷമൊക്കെയാണ് നോമ്പ് നിർബന്ധമാണത്. അതുവരെ ഈ ആശൂറ ദിവസത്തെ നോമ്പ് ഇസ്ലാമിൽ നിർബന്ധമായിരുന്നു എന്നാ. മുഹറം 10 നോമ്പെന്ന് ഇപ്പം നാളെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, പക്ഷേ വാജിബല്ല. എന്നാൽ ആ ആദ്യകാലത്ത് എന്തായിരുന്നത്? വാജിബായിരുന്നു എന്നാ. ഹദീസിൽ കാണാം, റമളാൻ നിർബന്ധമായപ്പോൾ എന്ത് ചെയ്തു? ആശൂറ ദിവസത്തെ നോമ്പ് വലിയ പുണ്യമുണ്ട്, പക്ഷേ നിർബന്ധമല്ല, ഇഷ്ടമുള്ളവന് നോക്കാം. ഫമൻ ഷാ അസ്വാമഹു വമൻ ഷാ തറകഹു, ഉദ്ദേശിക്കുന്നവൻ ആ നോമ്പ് അനുഷ്ഠിക്കട്ടെ, പിന്നെ പ്രയാസമുള്ളവന് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവൻ എന്ത് ചെയ്യേണ്ട, നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് നബി പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഇതിൻ്റെ പ്രതിഫലം എന്താണ്? ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, എന്താണ്? വലമ്മാ സുഇല അൻ ഫളലി സൗമി യൗമി ആശൂറ, ആശൂറ ദിവസത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പുണ്യം, അതിൻ്റെ പൂരിഷ അതെത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഖാല അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്ക സഹിഹായ ഹദീസ. ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, ഒരു കൊല്ലം ഹിജ്റ വർഷം കണക്കിലെ 354 ദിവസമുണ്ട്. ഈ ദിവസത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ പാപങ്ങളും, വലിയ പാപങ്ങൾ പൊറുക്കൂല കേട്ടോ. ഷിർക്ക്, അതുപോലെ തന്നെ യതീമിൻ്റെ സ്വത്ത് ഭക്ഷിക്കുക, മനുഷ്യരെ കൊല്ലുക, പലിശ, മാരണം, അതുപോലെ നല്ല മുഅ്മിനാത്തുകളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുക, ഇങ്ങനെ സബഉൽ മുബിഖാത്ത് വൻ പാപങ്ങളുണ്ട്. അത് പൊറുക്കപ്പെടുകയില്ല, പക്ഷേ ചെറിയ പാപങ്ങൾ പൊറുക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, വളരെ ശ്രദ്ധേയമാണ്. ഖാലൽ ഇമാമുൻ നവവി റഹിമഹുല്ലാ, മഹാനായ ഇമാം നവവി പറയാൻ, യുകഫറു കുല്ലു ദുനൂബു സഗായിർ, എല്ലാ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. വതഖദീറുഹു യുഗ്ഫറു ദുനൂബുഹു കുല്ലുഹാ ഇല്ലൽ കബായിർ. വൻ പാപങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ തിന്മകളും, എല്ലാ ചെറിയ പാപങ്ങളും നമ്മുടെ എന്ത് ചെയ്തും ഈ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്ന. അപ്പം നാളത്തെ നോമ്പ് കൊണ്ട് അത് പൊറുക്കപ്പെടുന്ന. അപ്പം എന്ത് ചെയ്യണം? നമ്മളെ അത് കഴിയുന്ന ആളുകൾ നോൽക്കുക. സുമ്മക്കാല റഹിമഹുല്ല, പിന്നീട് ഇമാം നവവി പറയാണ്, സൗമു യൗമു അറഫ കഫാറത്തു സനതൈൻ. അറഫ ദിവസം ഉണ്ടല്ലോ, അറഫ ദിവസം മനസ്സിലായല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് നോമ്പ് നോറ്റാൽ എന്താണ്? ഹജ്ജിന് പോകാത്ത ആളുകൾ അന്ന് നോമ്പ് വിൽക്കണം. 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. വയൗമു ആശൂറ കഫാറത്തു സന, മുഹറം 10 ആശൂറ ദിവസം 1 വർഷം. വഇദാ വാഫക തഅമീനുഹു തഅമീനുൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മളിപ്പോൾ നമസ്കാരത്തിൽ ഇമാമു വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇമാമ് ആമീൻ പറയണം, പിന്നിൽ നമസ്കരിക്കുന്ന നമ്മളും ആമീൻ പറയണം. ആ ആമീനോടൊപ്പം മലായിക്കത്തുകളും ആമീൻ പറയും. അപ്പോൾ ഒന്നിച്ച് വന്നാൽ ഈ 3 ആമീനും, ഇമാമിൻ്റെ, മൗമൂമീങ്ങളുടെ, മലായിക്കത്തിൻ്റെ ആമീൻ ഒന്നിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. ഇത് സഹീഹായ ഹദീസാണ്, വാറോലയോ അതല്ലെങ്കിൽ തെളിവിന് കൊള്ളാത്തതൊന്നുമല്ല, കറകളഞ്ഞ സനദും ഒക്കെ ശരിയായിട്ടുള്ള ഹദീസാണ്. കുല്ലു വാഹിദും മിൻ, ഇതൊക്കെ പറഞ്ഞതേ പറയാം, കുല്ലു വാഹിദും മിൻ ഹാദിഹിൽ മദ്കൂറാത്ത് സ്വാലിഹുൻ ലിതക്ഫീർ. ഇതൊക്കെ എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകും. ഫഇൻ വജദ മാ യുകഫിറുഹു മിനസ് സഗായിർ കഫറഹു, അതായത് ചെറിയ പാപങ്ങൾ അത് നിമിത്തം പൊറുക്കപ്പെടുന്ന. വഇല്ലം യുസ്വാദിഫ് സഗീറ വലാ കബീറ കുതിബത് ബിഹി ഹസനാത്. ഇനി നിങ്ങൾ നോക്കൂ, ഒരാൾ നാളെ നോമ്പ് നോൽക്കുന്ന ഒരാൾ,
അയാൾക്കൊരു പാപങ്ങളും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണല്ലോ പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു പാപമില്ല, ഒരു ചെറിയ പാപമില്ല. അപ്പം എന്താണ് നാളത്തെ നോമ്പ് കൊണ്ടുള്ള മെച്ചം? പറയാണ്, എന്താ പറയുന്നത് നിങ്ങൾ? കുത്തിബത്ത് ലഹു കുത്തിബത്ത് ബിഹി ഹസനാത്ത്, അദ്ദേഹത്തിന് നന്മകൾ രേഖപ്പെടുത്തപ്പെടും. പാപങ്ങൾ പൊറുക്കപ്പെടാനില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടും. വറുഫിഅത്ത് ലഹു ബിഹി ദറജാത്ത്, അദ്ദേഹത്തിൻ്റെ പദവികൾ അള്ളാഹിൻ്റെ അടുക്കൽ ഓരോ ആളുകൾക്കും ഓരോ ദർജയായിരിക്കും, ആ ദർജകൾ ഉയർത്തപ്പെടും. വഇൻ സ്വാദഫ കബീറത്തുൻ ഔ കബായിറുൻ, ഇനി വൻ പാപങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. വലം യുസാദിഫ് സഗായിർ, ചെറിയ പാപങ്ങളില്ല. റജൗന അൻ തുഖഫിഫ മിനൽ കബായിർ, ഇത് ഇമാം നവവി പറയാണ്. നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് കൊതിക്കുകയാണ്. എന്താ ആഗ്രഹിക്കുന്നത്? ഈ വൻ പാപങ്ങളുടെ കുറ്റങ്ങളൊന്ന് ലഘൂകരിക്കാൻ. മനസ്സിലായോ? വൻ പാപങ്ങളുടെ കുറ്റങ്ങളൊന്ന്, അതിൻ്റെ ആ കുറ്റം ഒന്ന് കുറച്ച് കിട്ടാൻ, ലഘുവാക്കാൻ, ഒന്ന് കമ്മിയാക്കി കിട്ടാൻ നമ്മൾ എന്ന് ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൻ്റെ ഷറഹുൽ മുഹദ്ദബ് അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ അറഫാ ദിവസത്തെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, മഹാനായ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, വതക്ഫീറു തുഹാറ വസ്സലാ വസിയാമു റമളാൻ വഅറഫ വആശുറ ലിസ്സഗായിരി ഫഖത് അൽ ഫതാവൽ കുബ്ര. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതാവ അൽ കുബ്രയിൽ പറയാ, തുഹാറ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ? വുളു ചെയ്യുക, അതുപോലെ വലിയ അശുദ്ധിനോ കുളിക്കുക, ഇതൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ച് വുളു ഒക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മളിപ്പോൾ വുളു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൈ കഴുകൂലേ? കൈകൾ കഴുകും, മുഖം കഴുകും, തല തടവും, കാല് കഴുകും. ഇതൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ വായ കഴുകും നമ്മളല്ലേ? വായിലും മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റണം എന്നാ. ഇതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. അതാണ് തുഹാറ. ഇത് തുഹാറ സ്വല, 5 നേരത്തെ നമസ്കാരങ്ങളുണ്ടല്ലോ, ഇത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ നമസ്കാരം ശരിക്കാവണം. ശരിക്കും അതിൻ്റെ കുനിയലും സുജൂദും റുക്കുവും എഴുത്തിദാലും ഒക്കെ, ചില ആളുകളൊക്കെ എഴുത്തിദാലിലേക്ക് പോയില്ലെന്ന് അറിയില്ല, അപ്പോഴേക്ക് റുക്കുവിലൊക്കെ പോകും. അപ്പോൾ നമസ്കാരമൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായി നിർവഹിക്കുക. ശരി, തുഹാറ ശുദ്ധി വരുത്തൽ, നമസ്കാരം, വസിയാമു റമളാൻ, റമളാനിലെ നോമ്പ്, അറഫാ ദിവസത്തെ നോമ്പ്, ആശൂറ മുഹറം 10 നോമ്പ്, ഇതുകൊണ്ടൊക്കെ ലിസ്സഗായിരി ഫഖത്ന, ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം, ഈ ദിവസം ഉണ്ടല്ലോ മുഹറം 10, മുഹറം ആശൂറ എന്ന് പറഞ്ഞ മുഹറം 10 അല്ലേ? പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് നബി മരിക്കുന്നതിന് അല്പം മുമ്പ് എന്ത് പറഞ്ഞു പറയുങ്ങൾ? അടുത്ത കൊല്ലം ഞാൻ ഹയാത്തുണ്ടെങ്കിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പ് നോൽക്കും. എന്താ പറഞ്ഞത്? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പ് നോൽക്കും. ആ ഒരു വാക്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്, മുഹറം 9 നോമ്പ് നോൽക്കുന്നത്. പക്ഷേ നബി എന്ത് ചെയ്തു? ഇത് പറഞ്ഞിട്ട് അടുത്ത വർഷമായപ്പോഴേക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിപ്പോയി എന്നുള്ളതാണ് ഹദീസിൽ കാണുന്നത്. അപ്പോൾ നബി പറഞ്ഞു, ആ പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നോമ്പ് നോൽക്കുന്നത്. നബി നോമ്പ് നോറ്റിട്ടില്ല, പക്ഷെ പറഞ്ഞാൽ മതി. നബി പറയുകയോ അംഗീകരിക്കുകയോ ചെയ്താൽ പോലും അത് സുന്നത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രിയമുള്ള സഹോദരൻ കണ്ടോ, ഇതിൽ വളരെ വ്യക്തമായി പറയാണ്, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫലം യഅ്തിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അടുത്ത വർഷം കൊണ്ട് വന്നില്ല, അപ്പോഴേക്കും എന്ത് ചെയ്തു? ഹത്താ തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേക്കും റസൂലുള്ളാഹ് വഫാത്തായി, ഇഹലോകവാസം വെടിഞ്ഞു എന്നർത്ഥം. ഇനി നമ്മളെന്ന് മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ, ചില പണ്ഡിതന്മാർ പറയുകയാണെന്ത്, ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഹറം ഈ 10 ദിവസം ഉണ്ടല്ലോ, അത് ഒറ്റ ദിവസം നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി പാടില്ല.
ഒന്നിൽ എന്ത് ചെയ്യാണ്, മുമ്പൊരു ദിവസം നോൽക്കുക അല്ലെങ്കിൽ ശേഷം ഒരു ദിവസം നോൽക്കുക. പക്ഷേ മുഹറം 9 നോൽക്കുക വളരെ പിന്നെ സുന്നത്ത് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. മുഹറം 10 വന്നിട്ടുണ്ട്. പക്ഷേ 11ൻ്റെ കാര്യം അതിൽ എന്താണ്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സഹിഹായിട്ടുള്ള ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. പക്ഷേ എന്താണ്, ചില പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെയൊക്കെ നോമ്പ് തുറയുണ്ട്, നാളുണ്ട്, മറ്റന്നാൾ, ഇന്നുണ്ടായിരുന്നു, നാളുണ്ട്, മറ്റന്നാളുണ്ട്. അപ്പോൾ എന്താണ് അവർ എന്നതിന് കാരണം പറയുന്നതെങ്കിൽ, ഒന്നുകിൽ മാസം കണ്ടത് മുഹറം 1 എന്നുള്ളത് പഴച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് 10ൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുന്നത്. അതല്ല എങ്കിൽ മുഹറം 9 അഥവാ നഷ്ടപ്പെട്ടാൽ 11 ആവട്ടെ എന്നുള്ള നിലക്കാണ്. പക്ഷേ അത് സഹിയായി വന്നിട്ടില്ല എന്ന് ഓർക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്, 9ഉം 10ഉം. ഏറ്റവും പുണ്യം എന്തിനാ, 10-ന്. ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസം ഈ മുഹറം 10 ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്, ഇസ്ലാമിക ലോകത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് ഷിയ വിഭാഗം. ഷിയാക്കൾ നമുക്കെല്ലാവർക്കും അറിയാം. ഷിയാക്കൾ മുഹറം 10നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ദുഃഖത്തിൻ്റെയും അങ്ങേയറ്റത്തെ വിഷമത്തിൻ്റെയും ഒക്കെ ഒരു ദുരന്ത ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നത്. അതിനവർ കാരണം പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായിട്ടുള്ള, അദ്ദേഹത്തെ വധിച്ചിട്ടുള്ള ദിവസമാകുന്നു. അതുകൊണ്ട് ആ ഹുസൈനോടുള്ള ഭക്തി അതുകൊണ്ട് എന്താണ്, കരഞ്ഞുകൊണ്ടും നെഞ്ചത്തടിച്ചും മാറത്തടിച്ചും നിലവിളിച്ചും അട്ടഹസിച്ചും ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് അവർ ഈ ദിവസം ആഘോഷിക്കുന്നത്. സത്യത്തിൽ ഒരു ദുഃഖകരമായ സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അതിനുശേഷം ധീരനായ ഉമറുൽ ഫാറൂഖ് ഖലീഫയായി. അങ്ങനെ ഇസ്ലാമിൻ്റെ ഏറ്റവും ശോഭയുള്ള കാലഘട്ടം, ഏറ്റവും തിളങ്ങുന്ന സുവർണ കാലഘട്ടം അതിങ്ങനെ കഴിഞ്ഞു. 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നതാര അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ കൊന്നത്. ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആൾ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ ഒരു പൗത്രൻ എന്ന് പറഞ്ഞാൽ പേരമകനായ ഫാത്തിമയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധികാരിയായി. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി പറഞ്ഞു, ഇന്ന ബനി ഹാദാ സയ്യിദുൻ വസയസ്ലുഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അളൈമതൈനി മിനൽ മുസ്ലിമീൻ. ഈ എൻ്റെ മകനുണ്ടല്ലോ, ഇവൻ എന്താണ്, നേതാവാണ്, സയ്യിദാൻ. എന്നിട്ടോ വസയസ്ലുഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അളൈമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട 2 വലിയ വിഭാഗത്തിനിടയിൽ അദ്ദേഹം രഞ്ജിപ്പുണ്ടാക്കും, സുലഹുണ്ടാക്കും, ഉടമ്പടി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു അലി റളിയല്ലാഹുവിന് ശേഷം. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഭരണസ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് ആരാണുള്ളത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ ഹസൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം പ്രിയമുള്ള സഹോദരങ്ങളെ, കുറേ ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായി അദ്ദേഹത്തെ അംഗീകരിച്ചു. പക്ഷേ ഇസ്ലാമിക രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി, മഹാകോളിളക്കമുണ്ടായി, വലിയ അപകടങ്ങളുണ്ടായി. അദ്ദേഹത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ചില മുസ്ലിങ്ങളായ ആളുകൾ തന്നെ അദ്ദേഹത്തെ വഞ്ചിക്കുകയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ സഹായിക്കാം, രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനോട് പിന്നെ ആളുകൾ ഉപദേശിച്ചു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾ ചതിക്കും, വഞ്ചിക്കും, നിങ്ങൾ പോയാൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷേ ചില ആളുകൾ പറഞ്ഞു, പ്രവാചകൻ്റെ പേരമകനല്ലേ, എങ്ങനെ കൊല്ലുമെന്നു. പക്ഷേ ചെന്നപ്പോഴോ അദ്ദേഹത്തെ തലയെറുത്ത് കുന്തത്തിൽ കയറ്റി വെച്ചു എന്ന. അതൊരു ദുരന്തമാണ്. ഒരു മരണം എന്ന് മാത്രം പറഞ്ഞാൽ ഒരു ദുരന്തം തന്നെയാണ്, സംശയമില്ല. ദുഃഖം നമുക്കുണ്ട്. പക്ഷേ ആ ദിവസത്തിൻ്റെ പേരിൽ നമ്മൾ ഈ മുഹറം 10 നെഞ്ചത്തടിച്ച് ആയുധങ്ങൾ കൊണ്ട് കുത്തി പിന്നെ നിലവിളിച്ച് ഒക്കെ ഈ ദിവസം പിന്നെ അങ്ങേയറ്റം
ഒരു ദുഃഖ ദിവസമായി കൊണ്ടാടാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അതുമാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഷിയാ വിഭാഗം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ മുഹറം 10 അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ പോയിക്കൊണ്ട് അവർ അട്ടഹസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും പല കോപ്രായങ്ങളും ഒക്കെ കാണിക്കുകയും ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ദിവസം ഉണ്ടല്ലോ അവരെന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കലുബുസിസവാദ്, കറുത്ത വസ്ത്രങ്ങൾ ധരിക്കും. റായാത്തിസൂദ്, കറുത്ത കൊടികൾ നാട്ടും. എന്നിട്ടോ പിന്നെ ലി അസായിൽ ഹുസൈൻ, എന്താ ഹുസൈൻ വധിക്കപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹറം 10 ദിവസം ഇങ്ങനെ എല്ലാ വർഷവും. എന്നിട്ടോ അവർ അങ്ങേറ്റത്തെ ദുഃഖപ്രകടനം, നിയാഹത്ത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ തട്ടഹസിച്ച് വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഏതുപോലെ എന്നിട്ട് അവർ ഇവിടെ പറയാണ് എന്താണ്? ഇഖ്ലാഖുൽ അസ്വാഖ്, അന്ന് മാർക്കറ്റുകളൊക്കെ അടക്കും. വലറബർ റൂസി വസ്സുദൂർ വല്ലതം, തലക്കടിക്കും, മാറത്തടിക്കും. യസിഹൂൻ യാ ഹുസൈൻ യാ ഹുസൈൻ യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അട്ടഹസിച്ചു കൊണ്ടിരിക്കും. നബി എന്താ പറഞ്ഞത്? ആരെങ്കിലും മരണപ്പെട്ടാൽ ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ വശക്കൽ ജുയൂബ വദഅ ബിദഅവൽ ജാഹിലിയ്യ, കണ്ടോ, മാറത്തടിക്കുകയും അതുപോലെ തന്നെ കവിളത്തടിക്കുകയും ഒരാൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിളിച്ച് പറയുന്നത് പോലെ പറയുകയും ഒക്കെ ചെയ്യുന്നവൻ ലൈസ മിന്നാ, നമ്മിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു തആല നബി പഠിപ്പിച്ചതുപോലെ ഈ ദിവസം അനുഷ്ഠിക്കുവാനും അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഖുർആൻ ഓതി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.